ബഷീർ ദിനപ്രസംഗം. നമസ്കാരം. ഇന്ന് ജൂലൈ 5 ബഷീർ ദിനം. മലയാള സാഹിത്യത്തിൽ ഒരേയൊരു സുൽത്താനേയുള്ളൂ. ഭാഷയുടെയും വ്യാകരണത്തിൻ്റെയും വേലിക്കെട്ടുകൾ പൊളിച്ചു മലയാള സാഹിത്യത്തെ സാധാരണക്കാരൻ്റെ ജീവിതത്തോടെ ചേർത്തു നിർത്തിയ ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീർ. സാധാരണക്കാരിൽ സാധാരണക്കാരനായ നാട്ടുമനുഷ്യൻ്റെ പച്ച ഭാഷയിലുള്ള രചനകൾ വായനക്കാരനെ ഒരുപോലെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തു. അതായിരുന്നു ആ തൂലികയുടെ ശക്തിയും. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് നാം ജൂലൈ 5 ബഷീർ ദിനമായി ആചരിക്കുന്നു. ഒരിക്കലും അലക്കിത്തേച്ച വെടിവൊത്ത ഭാഷയിൽ അദ്ദേഹം എഴുതിയില്ല. ഇന്ന് മലയാളത്തിലെ മറ്റൊരു സാഹിത്യകാരനും അവകാശപ്പെടാൻ സാധിക്കാത്ത വിധം ബഷീറിനെ ജനകീയനാക്കിയത് തൻ്റേതു മാത്രമായ വാക്കുകളും ശൈലികളുമായിരുന്നു ബഷീറിൻ്റെ സവിശേഷത. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രചനാരീതി ബഷീറിയൻ ശൈലി എന്ന് തന്നെ അറിയപ്പെട്ടു. ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, പ്രേമലേഖനം, മതിലുകൾ, ശബ്ദങ്ങൾ, എൻ്റെ ഉപ്പുപ്പാക്കൊരാനുണ്ടായിരുന്നേ, പാവപ്പെട്ടവരുടെ വേശ്യ, മുച്ചിട്ടു കളിക്കാരൻ്റെ മകൾ, വിശ്വവിഖ്യാതമായ മൂക്ക്, വിഡ്ഢികളുടെ സ്വർഗം എന്നിങ്ങനെ മലയാളി എന്നും ഓർത്തുവെക്കുന്ന രചനകൾ ആ തൂലികയിൽ നിന്ന് പിറവിയെടുത്തു. ജീവിതത്തോടെ ചേർന്നു നിൽക്കുന്നവയായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകൾ. താൻ കണ്ടുമുട്ടിയിട്ടുള്ള കഥാപാത്രങ്ങളെ അദ്ദേഹം രചനകളിലും ആവിഷ്കരിച്ചു. കാലങ്ങൾ കടന്നു പോകുമ്പോഴും സാഹിത്യപ്രേമികളുടെ മനസ്സിൽ മേങ്കോസ്റ്റിൻ മരച്ചുവട്ടിലെ ആ ചാരു കസാരയിൽ ചാരിക്കിടന്ന് ഗ്രാമഫോണിൽ സോജ രാജകുമാരി കേട്ടുറങ്ങുകയാണ്. എഴുത്തിൻ്റെ സുൽത്താൻ, വായനയുടെ വസന്തം ആസ്വാദകനിലാക്കിയ ബേപ്പൂർ സുൽത്താനെ ഓർക്കാതെ അദ്ദേഹത്തിൻ്റെ ഒരു ചരമദിനവും കടന്നുപോകില്ല. മഹാപ്രതിഭയ്ക്ക് പ്രണാമം. നന്ദി, നമസ്കാരം. Esto no toca más y voy a ver.